നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ വിജയൻ ഇതാ ഇഡിയുടെ അടുത്ത സമൻസ് എത്തിയിരിക്കുന്നു. ഇഡിയുടെ അടുത്ത സമൻസ് എത്താൻ താമസിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൻസ് ഉണ്ടാകില്ല എന്ന് പലരും പറഞ്ഞിരുന്നുവെങ്കിലും ഇതാ ഇഡിയുടെ അടുത്ത സമൻസ് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലോക്കർ തുറന്ന് പരിശോധിച്ചതിന് ശേഷം ഇഡിയുടെ വളരെ നിർണായകമായ നീക്കത്തിലേക്ക് കടക്കുന്നു. 29-ാം തീയതി, ഈ മാസം 29-ാം തീയതി വീണ ഇഡിയുടെ മുൻപാകെ ഹാജരാകണം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. മാസപ്പടി കേസിലാണ് ഇതാ വീണ്ടും ഇഡിയുടെ സമൻസ് വീണയെ തേടി എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പിച്ചിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ 9 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ കഴിഞ്ഞ 172 ചോദ്യങ്ങളാണ് അന്ന് വീണ വിജയൻ നേരിടേണ്ടി വന്നത്. ആ 172 ചോദ്യങ്ങൾക്ക് ശേഷവും വീണ പുറത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും വിളിപ്പിച്ചേക്കും എന്നൊരു കോട്ട് അന്ന് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് SFIO നിർണായക രേഖകൾ നൽകാത്തതിന്റെ സാഹചര്യത്തിൽ വീണ്ടും വിളിപ്പിക്കുക, ചോദ്യം ചെയ്യുക ഒരു അനിശ്ചിതത്തിൽ തുടരുന്നു എന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് 29-ാം തീയതി വീണ വിജയൻ വീണ്ടും ഹാജരാകണം എന്നുള്ള ഇൻഡാസ് അല്ലെങ്കിൽ ഒരു സമൻസ് വീണയെ തേടി എത്തിയിരിക്കുന്നത്, ഇഡി അയച്ചിരിക്കുന്നത്. എന്തായാലും നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്ന് വ്യക്തമാകുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇഡിക്ക് ബോധ്യമാകേണ്ടതുണ്ട്. ഇതിന്റെ അന്ത്യം എങ്ങനെയാണ്? ഒരുപക്ഷെ ഒരു പൊട്ടിത്തെറിയിലൂടെ ആയിരിക്കാം ഇതിന്റെ അന്ത്യം. ഒരുപക്ഷെ വീണയുടെ അറസ്റ്റ് ആയിരിക്കാം, ഒരുപക്ഷെ പിണറായി വിജയന്റെ രാജിയായിരിക്കാം, അല്ലെങ്കിൽ പ്രതിയിലേക്ക് ഷോൺ ജോർജ് പറഞ്ഞതുപോലെ പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയൻ ആകാനുള്ള സാധ്യതയായിരിക്കാം. ഇവയെല്ലാം ഇതിനൊരു അന്ത്യം എന്ന് പറയുന്നത്, ഒരു ആന്റി ക്ലൈമാക്സ് അത് കാണുക, അത് ഒരു സംഭവ വികാസം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്തായാലും വീണയെ തേടി വീണ്ടും ഇൻഡാസുകൾ, ഇങ്ങനെ സമൻസുകൾ വരുന്നത് അത് വീണയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്ന് തന്നെ വീണ എത്തിയ കാർ ചർച്ചയായിരുന്നു, വീണ വന്ന സമയം ചർച്ചയായിരുന്നു, വീണയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ചർച്ചയായിരുന്നു, ആ കാറിന്റെ ഉടമസ്ഥനെ കുറിച്ച് ചർച്ചയായിരുന്നു, ഇതൊക്കെ ചർച്ചയായിരുന്നു. മാത്രമല്ല വീണ നേരെ ഇഡിയുടെ ഓഫീസ് കവാടത്തിലേക്ക് ഇടിച്ചു കയറാമെന്ന് വിചാരിക്കും. മാധ്യമപ്രവർത്തകരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇഡിയുടെ ഈ ഓഫീസിൽ നേരെ മുന്നിൽ ചെന്നിറങ്ങാമെന്ന് കരുതിയിരുന്നെങ്കിലും പോലീസ് തടഞ്ഞു നിർത്തിയാണ് ഈ മാധ്യമങ്ങളുടെ മുന്നിലൂടെയാണ് വീണ കടന്നു ചെന്നത്. അപ്പോൾ അതുവരെ ചർച്ചയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്നും രണ്ടുമല്ല, 172 ചോദ്യങ്ങൾ 9 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ വഴിയാണ് പൂർത്തീകരിച്ചത്. എന്നാൽ അപ്പോഴും കഴിഞ്ഞിട്ടില്ല. 134ഓളം രേഖകൾ കഴിഞ്ഞ ദിവസമുള്ള തിരുവനന്തപുരത്തെ HDFC ബാങ്ക് ലോക്കറിൽ നിന്നും ലഭിച്ച സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും CMR ലെക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണത്തിൽ നാടകീയ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. SFIയുടെ ഒരു സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഫ്രോഡ് ടീമിന്റെ ആ ഒരു SFIയുടെ ഒരു നീക്കമായിരുന്നു ഇവിടെ ഒരു അനിശ്ചിതത്വം തുറന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഇഡിയുടെ നീക്കങ്ങൾ ദുരൂഹമായ കാരണങ്ങളാൽ പ്രതിസന്ധിയിലാണ് എന്നാണ് പറഞ്ഞിരുന്നുവെങ്കിലും പ്രതിസന്ധിയിലല്ല. 29-ാം തീയതി വീണ എത്തണം എന്ന് പറയുകയാണ്. കേസിൽ അതീവ നിർണായകമായ ആദായ നികുതി റിട്ടേണൽ ഉൾപ്പെടെയുള്ള 134 പേജുകൾ റിപ്പോർട്ട് മറ്റൊരു കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇഡിക്ക് കൈമാറാത്തതാണ് നിലവിലെ തടസ്സമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതങ്ങനെയല്ല. നിലവിലെ തടസ്സം ഒന്നുമില്ല, എത്തും എന്ന് വ്യക്തമാകുന്നു. ഇതോടെ വീണ രക്ഷപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികൾ അണിയറയിൽ ഒത്തുകളികൾ നടത്തുകയാണ് എന്ന് വ്യക്തമാകുന്നു. സാമ്പത്തിക ഇടപാടുകളുടെ സകല ജാതകവും അടങ്ങിയ 134 നിർണായക രേഖകളാണ് PMLA കോടതി വഴി ഇഡിക്ക് ലഭ്യമാക്കാനുള്ളത്. 10 ദിവസത്തിനകം ഈ രേഖകൾ സമർപ്പിക്കാൻ കോടതി SFIOയ്ക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. കള്ളപ്പണ ഇടപാടിലെ ഏറ്റവും നിർണായക വിവരങ്ങൾ അടങ്ങിയ ഈ റിപ്പോർട്ട് ലഭിച്ചെങ്കിലും വീണയെ അടുത്ത ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ ഇഡിക്ക് സാധിക്കൂ. കേന്ദ്ര ഏജൻസികൾ തമ്മിലുള്ള ഈ അനാവശ്യ കാലതാമസം അണിയറയിലെ രാഷ്ട്രീയ ധാരണകളുടെ ഭാഗമാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഇഡി കഴിഞ്ഞ ദിവസം വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. ലോക്കറിൽ നിന്ന് ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. മുൻകൂട്ടി വിവരം ലഭിച്ചതുപോലെ ലോക്കർ നേരത്തെ തന്നെ ശൂന്യമാക്കപ്പെട്ടതാണോ എന്നതിലും ദുരൂഹതയേറുകയാണ്. ലോക്കർ പരിശോധന വെറും പ്രഹസനമാക്കി മാറ്റി അന്വേഷണം അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടോ എന്ന ആക്ഷേപവും ശക്തമാണ്. എക്സാലോജിക് കമ്പനി CMRൽ നിന്ന് യാതൊരുവിധ സേവനവും നൽകാതെ 2.78 കോടി രൂപ കൈപ്പറ്റി എന്നാണ് ഇഡിയുടെ പ്രധാന കണ്ടെത്തൽ. സേവനം നൽകാതെ കോടികൾ അക്കൗണ്ടിലെത്തിയത് കള്ളപ്പണ വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്ന് വ്യക്തമായിട്ടും തുടർ നടപടികൾ മന്ദഗതിയിലാകുന്നത് അന്വേഷണത്തിന്റെ വിശ്വസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ അതിവേഗ നീക്കങ്ങളെ അന്വേഷണം ഇപ്പോൾ എങ്ങും എത്താതെ നിൽക്കുന്നത് അണിയറയിലെ വലിയ കളികളുടെ തെളിവ് തന്നെയാണ്. ഭരണമാറ്റം
മാറ്റവും പുതിയ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളും കഴിഞ്ഞ സാഹചര്യത്തിൽ കേന്ദ്രത്തിലെ ഭരണകക്ഷിയും ഇപ്പോഴത്തെ പ്രതിപക്ഷവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് അന്വേഷണം മന്ദഗതിയിലാക്കാൻ കാരണമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആരോപണമുണ്ട്. വീണയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നീങ്ങേണ്ട കേസ് രേഖകളുടെ കൈമാറ്റം വൈകിപ്പിച്ച് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോവുകയാണ് എന്ന് ഉയർന്ന ആക്ഷേപം. കേസ് ഒതുക്കി തീർക്കാൻ അണിയറയിൽ രാഷ്ട്രീയ ചർച്ചകൾ നടന്നോ എന്ന സംശയവും ശക്തമാണ്. കോടതി കർശന നിലപാട് സ്വീകരിച്ചിട്ടും കേന്ദ്ര ഏജൻസികൾ തമ്മിലുള്ള ഈ ഒളിച്ചുകളി എക്സാലോജിക് കേസിന്റെ ഭാവി തന്നെ ഇല്ലാതാക്കുമോ എന്ന ആശങ്കയിലാണ് നിയമവിദഗ്ധരും പൊതുസമൂഹവും. വരും ദിവസങ്ങളിൽ കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മാസപ്പടി കേസിന്റെ ഭാവി. കേന്ദ്ര ഏജൻസികളുടെ ഈ മൗനവും ഒളിച്ചുകളിയും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും 29-ാം തീയതി കാണാം. വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നു നിർണായക ഘട്ടം. ഇത് വീണ്ടും മുങ്ങാനുള്ള തയ്യാറെടുപ്പാണോ വീണ്ടും നടത്താൻ പോകുന്നതെന്നൊക്കെ തന്നെ കാത്തിരുന്ന് കാണേണ്ടി വരും.